This news is brought to you by Nohas Flora, Kottayadukavila, Alakkod. TP മനോജിന്റെ ചികിത്സയ്ക്കായി രൂപീകരിച്ച സഹായ സമിതി സമാഹരിച്ച ധനസഹായം കൈമാറി. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി 39,43,841 രൂപയുടെ ചെക്ക് മനോജ് മാഷിന് കൈമാറി. ചടങ്ങിൽ ജിനോ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. രവി വാഴക്കോടൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ്, എം ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമിതിയുടെ പ്രവർത്തന കാലയളവിലെ വരവ് ചില കണക്കുകൾ TV പ്രസാദ് അവതരിപ്പിച്ചു. AG ഭാസ്കരൻ, അനീഷ് പറപ്പള്ളി, ജിജോ, അമ്പിളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്പറൊക്കെ വാങ്ങിയെടുത്ത് വളരെ കൃത്യതയോടെയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെന്തേ അങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് തൊട്ടു മുമ്പ് നടത്തിയ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതും ഇതേ രീതിയിൽ 35 ലക്ഷം രൂപയാണ് അന്ന് പിരിച്ചെടുത്തത്. ആ 35 ലക്ഷം രൂപ പിരിച്ചെടുത്തപ്പോൾ അതിൻ്റെ കൺവീനറും ചെയർമാനുമായിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ പേരിൽ പിന്നീട് ടാക്സിൻ്റെ ഒരു ഇത് വന്നു. അവരുടെ പേരിലാണ് ജോയിൻ്റ് അക്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ തുകയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ടാക്സ് അടക്കണം എന്ന രീതിയിൽ വന്ന് അതിൻ്റെ തിക്തഫലം അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ബാലാട്ടൻ. ബാലാട്ടൻ അന്ന് 16,000 രൂപ ബാലാട്ടൻ്റെ കയ്യിൽ നിന്ന് എടുത്തടക്കേണ്ടി വന്നു. നമ്മളത് വേണ്ട, നമുക്ക് അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പം ബാലാട്ടൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സോട് പറഞ്ഞു, കൊടുത്തത് നമുക്ക് തിരിച്ചു വാങ്ങണ്ട, നമുക്കത് ആ രീതിയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ കമ്മിറ്റി വളരെ കൃത്യതയോടെ ചെയ്തത്. ആത്മാർത്ഥമായ സമയത്ത് നമുക്ക് നടക്കാത്ത ഒരു കാര്യമില്ലെന്ന് നമുക്ക് തെളിയിച്ചു. അതാണ് നമ്മുടെ മനോജ് മാഷിനോട് നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞു. മനോജ് മാഷ് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിർത്തി. എല്ലാവരും സഹകരിക്കാത്ത ആരും എല്ലാവരും തന്നെ സഹകരിച്ചു. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. രവിയേട്ടൻ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ സാമ്പത്തിക സാങ്കേതിക പ്രശ്നത്തെ പറയുമ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും നല്ല രീതിയിൽ കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ കിട്ടി. ഇതിലൂടെ പല ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പ്രവർത്തനം നടത്തുകയാണ്. കാരണം നമ്മുടെ ഇത് സാഹചര്യം ഭക്ഷണത്തിൽ വ്യായാമം കുറഞ്ഞു മറ്റ് ഒരു രക്ഷപരമായിട്ട് ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ സാധാരണക്കാർക്ക് അടക്കം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് രോഗം വന്നാൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരം രോഗങ്ങൾ വന്നാൽ വേണ്ടി വരുന്നത്. സാധാരണമായ ആളുകൾക്ക് അത് കാണാൻ സാധിക്കില്ല. നല്ല രീതിയിലുള്ള മനസ്സിൻ്റെ നടക്കുക നല്ല രീതിയിൽ മുമ്പും പല സഹായ കമ്മിറ്റി ബന്ധപ്പെട്ട വിഷമങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 40 ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 39,43,841 രൂപ ഇവിടെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനത്തെ ഒരു പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുമ്പം പലതരത്തിലുള്ള വർധനമൊക്കെ ഉണ്ടാവും. നമ്മൾ കാര്യമായിട്ട് കാണേണ്ട ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങൾ നിശ്ചയിച്ചു, ഇറങ്ങി പുറപ്പെട്ടു. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതതിൻ്റെ നില ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പം ആർക്കും ഇങ്ങനത്തെ കാര്യമൊക്കെ വരാം. ഇതിനിടയ്ക്ക് ഇല്ലേ, നമ്മൾ കുറച്ച് 2-3 വർഷം മുമ്പ് ഒരു കാര്യം കേട്ടിട്ട ഒരു കുട്ടിക്ക് 1 വയസ്സുള്ള കൊച്ചിന് 28 കോടി രൂപ വേണം. 28 കോടി രൂപ പിരിച്ച് നാട് കൊടുത്തു. നമ്മുടെ പഞ്ചായത്ത് തന്നെ നമ്മുടെ തിരുമേലിൽ ഒരു പിരിവ് മുമ്പ് നമ്മൾ നടത്തി. നമ്മുടെ അനീറ്റയ്ക്ക് 43 ലക്ഷം രൂപ ഈ പറഞ്ഞ പോലെ പിരിക്കാനായിട്ട് ഒന്നും കൊടുക്കാത്തതും കണക്ക് നോക്കാൻ ഒത്തിരി വരും. അവരിനിയും കണക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. നമ്മളൊരു ലക്ഷ്യത്തിലായിരുന്നു, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തി. ഈ നാട്ടിലെ നല്ലവരായ കുറേ ആൾക്കാർ നമ്മളോട് സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഇത് എത്തിക്കാൻ വേണ്ടി പറ്റിയത്. അവരോടുള്ള നന്ദി കടപ്പാടും ഈ ഒരു സമയത്തിൽ പറയുകയാണ്. ഇപ്പം കണക്ക് എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പരിപാടി പറഞ്ഞു, അക്കൗണ്ട് തുറക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് റെസീറ്റ് ബുക്ക് അടിച്ചുകൊണ്ടാണ് കണക്ക് നമ്മൾ പിരിവിന് വേണ്ടത്. 50 ബുക്കാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. 50 റെസീറ്റ് ബുക്കാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 22 റെസീറ്റ് ബുക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിരിക്കുന്നത്. എടുത്തിരിക്കുന്നത് 22 വരെയുള്ള ബുക്കുകളാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 ബുക്ക് നമുക്ക് മാറിയിട്ടുണ്ട്. 2 ബുക്കിൽ റെസീറ്റ് കുറിക്കേണ്ടി വന്നിട്ടില്ല. ബാക്കി 20 ബുക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെയും പേര് നമ്പറും പേരും വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടില്ല. അത് അങ്ങനെ തന്നെ വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ മൊത്തം എമൗണ്ട് ആണെങ്കിൽ മൊത്തം വായിക്കാം. നമുക്ക് ആകെ പിരിഞ്ഞ് കിട്ടിയ തുക എന്ന് പറയുന്നത് 39,43,841 രൂപയാണ് ആകെ നമുക്ക് പിരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അതിൽ റെസിപ്റ്റ് വാങ്ങി നമ്മൾ റെസിപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 25,21,120 രൂപയും
നമ്മൾ ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ സ്കാനർ നമ്മൾ പബ്ലിക്കിലൊക്കെ ഇട്ട് കൊടുത്ത് പല ആൾക്കാരും വിളിച്ചു പറഞ്ഞ് പുറമേ നല്ല ആൾക്കാരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ ബാങ്കിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ റെസിപ്റ്റ് കൊടുക്കാതെ ബാങ്കിലേക്ക് ഡയറക്റ്റായിട്ട് വന്ന പൈസ ഉണ്ട്. അത് 13,22,721 രൂപ ആ വകയിൽ കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷം രൂപ ഡയറക്റ്റായിട്ട് നമ്മളെ മനോജ് മാഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് 39,43,841 രൂപ നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ 3,80,000 രൂപ മനോജ് മാഷിൻ്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഇതുവരെ കൈമാറിയിട്ടുണ്ട്. അതിൽ ചിലവ് എന്ന് പറയുന്നത് മനോജ് മാഷിന് കൊടുത്തിരിക്കുന്ന പൈസ 3,80,000 രൂപയാണ്. അത് കഴിച്ച് 35,63,841 രൂപയാണ് ബാക്കിയുള്ളത്. അതിൽ നമുക്ക് റെസീറ്റ് മുറിച്ചതിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള ചെറിയ തുകയുണ്ട്. 4,250 രൂപ നമ്മൾ റെസീറ്റ് മുറിച്ചു കൊടുത്തതിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടാനുള്ള പൈസയുണ്ട്, തരാത്ത പൈസയുണ്ട്. ആ 4,250 രൂപ അത് കഴിച്ച് കഴിഞ്ഞാൽ 35,59,591 രൂപയാണ് ബാക്കി ഉണ്ടാവേണ്ടത്. അതിൽ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചിലവ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2,000 രൂപയാണ്. അതായത് റെസീറ്റ് ബുക്കും സീലും അടിക്കുന്നതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് വന്ന ചിലവ് മാത്രം 2,000 രൂപയാണ് ചിലവിലേക്ക് എടുത്തിരിക്കുന്നത്. അവിടെ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ ഈ 9 മാസ കാലങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ ധാരാളം പൈസ അതിന് ചിലവുകൾ വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്ന പ്രവർത്തകർ തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. വാഹനം ഓടിയിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റ് പോകുന്ന സമയത്തുള്ള ചിലവുകളുണ്ട്. അതൊന്നും ചിലവിലേക്ക് പെടുത്താതെ അത് നമ്മളെ കൂട്ടത്തിൽ അതുമായിട്ട് പോകുന്ന ആൾക്കാരെ സഹിച്ചുകൊണ്ട് മറ്റൊരു ചിലവും ഇതിൽ വരുത്താത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2,000 രൂപ മാത്രമാണ് ചിലവ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റൈലിനും കംഫർട്ടിനും ഇനിയൊരു പുതിയ അഡ്രസ് ആലക്കോട്. ഏറ്റവും മികച്ച ബ്രാൻഡുകളും ലേറ്റസ്റ്റ് ട്രെൻഡുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു. സ്ത്രീകൾക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരം. ഓരോരുത്തർക്കും അനുയോജ്യമായ സൈസുകളിലും മോഡലുകളിലുമുള്ള കംപ്ലീറ്റ് ഇന്നർ വെയർ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ലഭ്യമാണ്. പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രശസ്ത ബ്രാൻഡുകളുടെ ഇന്നർ വെയറുകൾ കംഫർട്ടിനും ഈടിനും ഞങ്ങൾ മുൻഗണന നൽകുന്നു. വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും മാറ്റുകൂട്ടാൻ അതിമനോഹരമായ റെന്റൽ ജ്വല്ലേഴ്സ്. ഏറ്റവും പുതിയ ഡിസൈനുകൾ വാങ്ങാനും മിതമായ നിരക്കിൽ വാടകയ്ക്കെടുക്കാനുമുള്ള സൗകര്യം. ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള കൊറിയൻ സ്റ്റൈൽ ഹെയർ ആക്സസറികൾ, ബ്രാൻഡഡ് ഐറ്റംസ്, മറ്റ് ഫാൻസി ഐറ്റംസ് എന്നിവയുടെ വലിയൊരു നിര തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും മികച്ച ബ്രാൻഡുകൾ തികച്ചും ആകർഷകമായ വിലയിൽ. നോഹാസ് ഫ്ലോറ, കൊട്ടയാട് കവല, ആലക്കോട്. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 898921215159593737.